ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫാമിലി സ്റ്റാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് തംബ്ലൈൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഞാൻ അതേ കാര്യത്തെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കാൻ വന്നിരിക്കുന്നത്. അപ്പം ആദ്യം എനിക്ക് പറയാനുള്ളത്, കാരണം രേണുസുധിയുടെ കാര്യത്തിൽ, അതായത് രേഷ്മ ചേച്ചിയുടെ കാര്യത്തിൽ ഇപ്പോൾ ഒരു വലിയൊരു വിവാദം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതിന് മുന്നേ ഞാൻ ആദ്യം ഒരു കാര്യം പറയാം. കാരണം പുള്ളിക്കാരി ആദ്യം ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ആ ഇൻ്റർവ്യൂ ആണ് ഇതിനെല്ലാം തുടക്കം വെച്ചതെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ആ ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് ഞാൻ പ്രത്യേകം ആദ്യ ഭാര്യനെ കുറിച്ചാണ്, സുധിച്ചേട്ടൻ്റെ ആദ്യ ഭാര്യനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്താണ് പുള്ളിക്കാരി ഒരു വർഷം മുന്നേ, സുധിച്ചേട്ടൻ മരിക്കുന്നതിന് ഒരു വർഷം മുൻപ് മരിച്ചു പോവുകയാണ് ഉണ്ടായത്, വേറൊരാളുടെ കൂടെ പോവുകയാണ് ഉണ്ടായത്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പുള്ളിക്കാരി തന്നെയാണ് റിവീൽ ചെയ്യുന്നത്. അതിന് ശേഷമാണ് വിവാഹം കഴിച്ചിട്ടില്ല, ലിവിങ് ടുഗദർ ആയിട്ടാണ് നേരത്തെയുള്ള ഭാര്യ താമസിച്ചിരുന്നത്. അങ്ങനെയുള്ള സംസാരങ്ങളും അങ്ങനെയുള്ള വൾഗർ ടോക്ക് ഉണ്ടായത് കൊണ്ടാണ് ഇപ്പം പുതിയ ഒരാൾ രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ രേണുസുധി സംസാരിച്ച ആ ഇൻ്റർവ്യൂസിൻ്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. അത് കണ്ടാലേ നിങ്ങൾക്ക് മുഴുവനായിട്ടുള്ള ഇപ്പോഴത്തെ പ്രശ്നത്തിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ സത്യം പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അതൊന്ന് കാണാം. കാരണം കിച്ചുവിന് എന്നോടത്ത് പറഞ്ഞ കിച്ചുവിന് 1.5 വയസ്സുള്ളപ്പം അവര് വേർപിരിയേണ്ട ഒരു ഇതായിരുന്നു. വേറെ 3.5 വയസ്സുള്ളപ്പോഴാണ് പൂർണ്ണമായിട്ടും വേറെ. കിച്ചുവിന് 12 വയസ്സുള്ളപ്പോഴല്ലേ എന്നെ കണ്ടത്. എത്ര വർഷത്തെ ഗ്യാപ്പാ? 3.5. അത് ലീഗലി 12 വയസ്സുള്ളപ്പോൾ എന്നെ കിട്ടിയത് സൂചിച്ചായിരുന്നു. അതെ അതെ, ലീഗലി അവര് കല്യാണമൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ആകെപ്പാടെ ലീഗലി കല്യാണം കഴിച്ച എന്നെ. ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടല്ലോ. കാരണം ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് ശേഷമാണ് നെക്സ്റ്റ് ഒരാൾ വോയിസ് റെക്കോർഡുമായിട്ട് കാര്യങ്ങളുമായിട്ട് വന്ന് ഇത്ര ഒരു വിവാദം വന്ന് നിൽക്കുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പം ഇതിന് ശേഷം ഇപ്പം സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒരുമിച്ച് അറിയുന്ന ഒരു ന്യൂസ്, എല്ലാവർക്കും ഒരു അതിശയമായിരിക്കും. കാരണം പുള്ളിക്കാരൻ മരിച്ചു പോയതിന് ശേഷം സത്യം പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ പേര് സത്യം പറഞ്ഞാൽ മോശം ഒരു ലേബലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. കാരണം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, അതിനെക്കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായത്തിൽ, പേഴ്സണൽ അഭിപ്രായത്തിൽ പറയണം, ആ ഇൻ്റർവ്യൂവിന് അങ്ങനെ നമ്മൾ ഇൻ്റർവ്യൂവിന് വരുന്ന ആൾക്കാർ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതിന് മറുപടി പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എനിക്ക് തോന്നുന്നത് അതാണ്. കാരണം നമ്മുടെ പേഴ്സണൽ ലൈഫിലേക്ക് കയറി ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടാമായിരുന്നു. കാരണം അല്ലെങ്കിൽ ഇതുപോലെ ഒരു പ്രശ്നങ്ങൾ ഇപ്പോൾ ഉടലെടുത്ത് വരില്ലായിരുന്നു എന്ന് ഞാൻ പേഴ്സണലായിട്ട് പറയണം കേട്ടോ. നമുക്ക് നമ്മുടെ പേഴ്സണൽ ലൈഫിലെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അത് താല്പര്യമില്ല. ഈ രേഷ്മ ചേച്ചിയുടെ ഒരു പ്രോബ്ലം എന്നാണ് എനിക്ക് തോന്നിയ കാര്യമാണ് കേട്ടോ. പ്രോബ്ലം എന്നാന്ന് വെച്ചാൽ, കാരണം ചാടി ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ആൻസർ പറയാൻ നിൽക്കരുത്, എല്ലാത്തിനും നമ്മൾ പ്രതികരിക്കാനും നിൽക്കരുത്. അതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ കുറ്റമായിട്ടല്ല കേട്ടോ, ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. കാരണം അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായതാണ് ഇപ്പോൾ ഇത്തരം ഒരു വിവാദ പ്രശ്നത്തിന് വന്നിരിക്കുന്നത്. കാരണം നെക്സ്റ്റ് അപ്പം നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെയാണ് അറിയുന്നത്. കാരണം കൊല്ലം സുധിച്ചേട്ടന് രണ്ടാമത്തെ ഭാര്യയാണ് രേണുസുധി എന്ന രേഷ്മ ചേച്ചി എന്നാണ് നമ്മളെല്ലാവരും വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ 3ാമത്തെ ഭാര്യ എന്നാണ് ഇപ്പോൾ ഒരു ലെവലിൽ നിൽക്കുന്നത് പുള്ളിക്കാരി. കാരണം ആദ്യത്തെ ഭാര്യനെ കുറിച്ച് സംസാരിക്കുക, ആദ്യത്തെ ഭാര്യ മരിച്ചു പോയിരുന്നു, ഒരു വർഷം മുന്നെയാണ് മരിച്ചു പോയിരുന്നത്, അങ്ങനെ ഒരു സംസാരം കാര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് പുള്ളിക്കാരി പറയുന്ന ഒരു കാര്യമുണ്ട്, നേരത്തെ ഉണ്ടായിരുന്ന ഭാര്യ ലിവിങ് ടുഗദർ ആയിരുന്നു, കല്യാണം കഴിച്ചിട്ടില്ല. അതാണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന പുള്ളിക്കാരത്തേക്ക് ഇപ്പോൾ ഒരു വൾഗറായ ഒരു ടോക്കായിട്ട് തോന്നിയിട്ടുള്ളത്. അത് കാരണമാണ് പുള്ളിക്കാരി ഇപ്പം രംഗത്ത് വന്നിരിക്കുന്നത്. അത് നേരിട്ട് വന്നിട്ടില്ല കേട്ടോ, ഈ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾ തന്നെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വോയിസ് മാത്രമായിട്ടാണ് വന്നിരിക്കുന്നത്. രേണുസുധിക്ക് ഒരു പ്രശ്നം ഉണ്ടാകണമെന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷേ പുള്ളിക്കാരി അതിൻ്റെ അകത്ത് അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ലീഗലി പുള്ളിക്കാരിനെ മാരേജ് ചെയ്തിട്ടുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരി ഇപ്പോൾ വോയിസ് റെക്കോർഡുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പം ഇപ്പോഴാണ് സാധാരണ എല്ലാ ആൾക്കാരും അറിയുന്നത് 3ാമത്തെ ഭാര്യയാണ് രേണുസുധി എന്ന്. പക്ഷേ നമ്മൾ ഈ വോയിസ് റെക്കോർഡ് മാത്രമേ അറിയത്തുള്ളൂ, നമുക്കിതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയത്തില്ല. ഏതായാലും നമുക്ക് ആ ഒരു വോയിസ് റെക്കോർഡ് ആദ്യം ഒന്ന് കേട്ടിട്ട് വരാം. സുധിയുടെ വൈഫ് രേണുവിനെ കുറിച്ചാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ എനിക്കൊരിക്കലും അവളെ നാണം കെടുത്തണമെന്നോ ഇല്ലെങ്കിൽ അവളുടെ ഇമേജിനെ ബാധിക്കുന്നത് ചെയ്യണമെന്നൊന്നും എനിക്കൊരു താല്പര്യമുള്ള ഒരാളല്ല. അയ്യോ, എന്റെ സുധിച്ചേട്ടന്റെ കൂടെ അവൾ 1 വർഷം താമസിച്ചു എന്നേ ഉള്ളൂ, കല്യാണം ഒന്നും അവൾ കഴിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്റെ അമ്മയുടെ 15 സെന്റ് വസ്തു വിറ്റിട്ടാണ് ഞങ്ങൾ കൊല്ലത്തേക്ക് വരുന്നത്. അവര് തമ്മിൽ കാണുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ അയക്കുമല്ലോ, എനിക്ക് എങ്ങനെ റെക്കോർഡിംഗിൽ ഈ വോയിസ് പറയുന്ന പുള്ളിക്കാരി പറയുന്നുണ്ട്, സുധിച്ചേട്ടൻ്റെ ലീഗലി പുള്ളിക്കാരി കല്യാണം കഴിച്ചു, രേണുവിനൊരു പ്രശ്നം ഉണ്ടാകരുത് എന്ന് വിചാരിച്ചിട്ടാണ്, അല്ല രേണുവിനൊരു പ്രോബ്ലം ഉണ്ടാകണം എന്ന് വിചാരിച്ചല്ല ഞാൻ റിവീൽ ചെയ്യുന്നത്. പക്ഷേ ഇത് റിവീൽ ചെയ്യുമ്പോൾ ഓൾറെഡി രേണുവിന് പ്രോബ്ലം തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് പുള്ളിക്കാരി റിവീൽ ചെയ്തത്. പിന്നെ വലിയ ഇതിലങ്ങ് ആദ്യമേ അങ്ങ് പറഞ്ഞു വെക്കുന്നതേ ഉള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു പറയുന്നു. അപ്പം ആദ്യം കല്യാണം കഴിഞ്ഞതാണ്, അതുപോലെ തന്നെ പുള്ളിക്കാരിയുടെ അമ്മയുടെ ഇത്ര സെന്റ് സ്ഥലം വിറ്റിട്ടാണ് അവർ കൊല്ലത്തേക്ക്. പക്ഷേ പുള്ളിക്കാരി എല്ലാം എടുത്തെടുത്ത് കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ഇത് നമുക്ക്
നമുക്ക് കേട്ടിരിക്കുന്നവർക്ക് സത്യമാണെന്ന് തന്നെയാണ് തോന്നുന്നത്. പക്ഷെ അതിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ഇപ്പം എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഒരു കാര്യം നടക്കുകയാണ്, അപ്പോൾ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ലൈഫിൽ നല്ലതും മോശവും കാണും. അതുപോലെ തന്നെയാണ് ഓരോ വ്യക്തികളുടെ രേണുസുധിയുടെ പേഴ്സണൽ ലൈഫിൽ നല്ലതും മോശമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഓരോ ആൾക്കാർ ഓരോന്ന് പൊക്കിക്കൊണ്ട് വരികയാണ്. കാരണം ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ കൂട്ടത്തോടെ ആക്രമിക്കലാണല്ലോ എല്ലാവരുടെയും പതിവ്. അപ്പം ഇതിനെതിരെയുള്ള പുള്ളിക്കാരി പ്രത്യേകം വേറൊരു വോയിസ് റെക്കോർഡ് ഉണ്ട്. പുള്ളിക്കാരി പ്രത്യേകം അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഞാൻ മെയിൻ കാര്യത്തിലേക്ക് കടക്കുന്നുണ്ട്, അതിന് മുന്നേ ഇതുകൂടെ പറയുന്നേ ഉള്ളൂ. അതിൻ്റെ അകത്ത് പുള്ളിക്കാരി മെയിനായിട്ട് പറയുന്നുണ്ട്, പുള്ളിക്കാരിയായിട്ട് ഈ രണ്ടാം ഭാര്യ എന്ന് അവകാശപ്പെടുന്ന പുള്ളിക്കാരിയായിട്ട് ലിവിങ് ടുഗദർ അല്ല, അവർ കല്യാണം കഴിച്ച് താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഒരു ദിവസം കുടിച്ച് ഫിറ്റായി ഓഫായതിനു ശേഷം കൊല്ലം സുധി നല്ല രീതിയിൽ മദ്യപാനി ആയിരുന്നു എന്ന്, നല്ല രീതിയിൽ കുടിക്കുമെന്നും ഒക്കെ പുള്ളിക്കാരി ഈ വോയിസ് റെക്കോർഡിൽ പറയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കാണ് പുള്ളിക്കാരി പറയുന്നത്, അടിച്ചു ഫിറ്റായി കിടക്കുന്ന സമയത്ത് ഫോണിൽ ഇന്ന മെസ്സേജ് കണ്ടിരുന്നു, അവരെ ഒരുമിച്ച് കാണുമെന്ന്, അങ്ങനെ ഫോൺ തല്ലിപ്പൊട്ടിച്ച് അങ്ങനെ വിഷയങ്ങളും കാര്യങ്ങളും ഉണ്ടാവുകയായിരുന്നു എന്നാണ്. അങ്ങനെയാണ് അവർ ലീഗലി ഡിവോഴ്സ് ആയത് എന്നാണ് പറയുന്നത്. ഈ റെക്കോർഡും കൂടെ നമുക്കൊന്ന് കേട്ടു. രേണുവിന്റെ കുറെ മെസ്സേജുകൾ ഞാൻ ഫോണിൽ കാണാനിടയായി. സിൻസിയർ ആയിട്ട് ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോ പുള്ളി അടിച്ച് ഫിറ്റായിട്ട് കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പോഴാണ് ഈ മെസ്സേജസ് ഒക്കെ ഞാൻ കാണുന്നത്. അപ്പൊ നിങ്ങളുമായിട്ട് കല്യാണം കഴിച്ചിരിക്കുമ്പോ തന്നെയാണ് ഈ വ്യക്തിയുമായി സുധിച്ചേട്ടന് ഇഷ്ടം ഉണ്ടാവുന്നത് അല്ലേ? തീർച്ചയായിട്ടും. അത് ഞങ്ങൾ ആ ലാസ്റ്റ് ടൈമിലാണ് ഞാൻ അറിയുന്നത്. അല്ല, അപ്പം നിങ്ങൾ കരുതുന്ന ഒരു മെസ്സേജിലൂടെ മാത്രമുള്ള ഒരു ബന്ധമാണെന്നായിരുന്നോ, അതോ അതിൽ അല്ല അവർ തമ്മിൽ കാണുന്നു എന്നൊക്കെ ഉണ്ടായിരുന്നു അതില്. അവര് ചോദിച്ചു സുജി അടിക്കുകയൊക്കെ ചെയ്തു. ഞാൻ ചോദിച്ചിട്ട് എന്താണ് മറുപടി ചോദിച്ചു. ആ ടൈമിലാണ് കോമഡി ഫെസ്റ്റിവലിൽ ആയിരുന്നു. അപ്പോഴ് ഫോണൊക്കെ മേടിച്ച് ആ ഫോൺ ഞാൻ അലമാരയിലാണ് എറിഞ്ഞു. ഇപ്പോൾ ഈ വോയിസ് കൂടെ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പോൾ പുള്ളിക്കാരി തീർത്തും അവരുടെ ഓരോ സംഭവങ്ങളും അവരുടെ ജീവിതത്തിൽ നടന്ന ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഓരോരുത്തരുടെ പേഴ്സണൽ ലൈഫിലും ഓരോരോ സംഭവങ്ങളും കാര്യങ്ങളുണ്ട്. പുള്ളിക്കാരിയുടെ പേഴ്സണൽ ലൈഫിൽ പുള്ളിക്കാരിക്ക് മോശമായിട്ടുള്ളതും അതുപോലെ നല്ലതായിട്ടുള്ളതും കുറേ സംഭവങ്ങൾ ഉണ്ടായിരിക്കാം. അതൊക്കെ അവരുടെ പേഴ്സണൽ ലൈഫിൽ നടന്ന കാര്യമാണ്. അത് മറ്റൊരാൾ വന്ന് ഇതുപോലെ ഒരു മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് സംസാരിക്കേണ്ട കാര്യമല്ല. ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് ഈ റെക്കോർഡിന്റെ താഴെ തന്നെ ഫേസ്ബുക്കിലാണെന്ന് തോന്നുന്നു, ആ സ്ക്രീൻഷോട്ടോടെ ഞാൻ സൈഡിൽ ആഡ് ചെയ്തേക്കാം. ഈ റെക്കോർഡിന് താഴെ തന്നെ ഒരാൾ വന്ന് അവരുടെ വീടിനടുത്തുള്ളത് എന്ന് അവകാശപ്പെടുന്ന ഒരാൾ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ട്. അതായത് കോട്ടയം ഞാലിയാകുഴിക്ക് സമീപത്തുള്ള ഏതൊരു പെന്തക്കോസുകാരനായിട്ടുള്ള ചാക്കോയുടെ മകൻ ബിനു ആണ് ആദ്യം കൊല്ലം സുധി അല്ല രേണു സുധി എന്ന വ്യക്തിനെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ് കുറേയേറെ നെഗറ്റീവ് കമന്റ്സ് അതിന്റെ താഴെ. അപ്പോൾ ഇവൾ ഇങ്ങനത്തവളായിരുന്നു, അവൾ ഇങ്ങനത്തവളായിരുന്നു, അങ്ങനെയൊക്കെ കുറേ മോശം കമന്റ്സ് അതിന്റെ താഴെ ഇങ്ങനെ താഴെ ഇഷ്ടംപോലെ കമന്റ്സ് വന്നുകൊണ്ടിരിക്കുക. സത്യം പറഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇപ്പൊ പുള്ളിക്കാരി ആദ്യമേ വിവാഹം ചെയ്തതാണോ, അല്ലെങ്കിൽ ഇത് രണ്ടാമത്തെ? പുള്ളിക്കാരി നേരത്തെ തൊട്ടേ പറഞ്ഞിട്ടുണ്ട് ആദ്യം വിവാഹം കഴിച്ചത് കൊല്ലം സുധി എന്ന ആളെ തന്നെയാണ് വിവാഹം കഴിച്ചതെന്ന് അവകാശപ്പെടുന്നുണ്ട്. അപ്പൊ ഇത് തട്ടിപ്പായിരുന്നു എന്ന രീതിയിൽ കുറേയേറെ കമന്റ്സ് വരുന്നുണ്ട്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമന്റ്സും വായിച്ചതെല്ലാം നമ്മൾ ഇപ്പൊ അറിയുന്ന കാര്യങ്ങൾ. ഇപ്പൊ ഒരു വിവാദം തന്നെ പറയാം, പുള്ളിക്കാരി ഇതുവരെ ഒരു എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ ഒരു വീഡിയോസ് ഒന്നും, ഒരു റിയാക്ഷൻ വീഡിയോസ് ഒന്നും ഇതിനെതിരെ വന്നിട്ടില്ല. അപ്പൊ ഇതിനെതിരെ വന്നതിന് ശേഷം വരാം. അതുപോലെ തന്നെ ഞാൻ രേഷ്മ എന്ന പേര് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി എന്നെ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു രേണു തങ്കച്ചൻ എന്നാണ് പേര്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ വീഡിയോയും കൂടി ഇതിൻ്റെ കൂടെ ഇടയ്ക്ക് ആഡ് ചെയ്ത് കൊടുത്തേക്കാം. ഒരു സർട്ടിഫിക്കറ്റ് കൊല്ലം സുധി എന്ന ഭാര്യ താൻ തന്നെയാണെന്ന് അവകാശപ്പെടുന്നുണ്ട്. അവരുടെ മാരേജ് സർട്ടിഫിക്കറ്റ് കാണിക്കുന്നതിൻ്റെ അകത്ത് രേഷ്മ എന്ന പേര് വരുന്നുണ്ട്. അപ്പോൾ രേഷ്മ എന്ന പുള്ളിക്കാരിയുടെ പേര് തന്നെയാണ്. അന്ന് ഞാൻ കള്ളം പറഞ്ഞല്ല, അന്ന് ഈ കാരണത്തിലൂടെ എല്ലാവർക്കും റിവീൽ ആയത് തന്നെയാണ്, മനസ്സിലായതാണ്. അതുപോലെ തന്നെ പുള്ളിക്കാരിയുടെ ജീവിതത്തിൽ നടന്നത് ഇപ്പോൾ ഓരോ ആൾക്കാരും പുള്ളിക്കാരി ആദ്യം വിവാഹം കഴിച്ചാണ് കൊല്ലം സുധിച്ചേർന്ന രണ്ടാമത്തെ വൈഫുണ്ട്, കാര്യമുണ്ട്, എല്ലാ പ്രശ്നങ്ങളും. ഇപ്പം ഞാൻ കൂടെ പഠിച്ചാണ്, എനിക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ പോലും അതൊന്നും പറയേണ്ട സമയമല്ല ഇപ്പോൾ. കാരണം ഇത് പുള്ളിക്കാരിക്ക് നേരെ വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. പുള്ളിക്കാരി ആണ് ഇതിൻ്റെ മറുപടിയായി വരേണ്ടത്. പുള്ളിക്കാരി മറുപടി പറയട്ടെ, ആദ്യം കല്യാണം കഴിഞ്ഞതാണോ, അല്ലെങ്കിൽ കൊല്ലം സുധിച്ചേട്ടൻ്റെ രണ്ടാമത് കല്യാണം കഴിഞ്ഞ മൂന്നാമത്തെ ആളാണോ രേണു സുധി, അവരുടെ ജീവിതം തകർത്തത് രേണു സുധിയാണോ? ഈ വക കാര്യങ്ങളിലൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ തരേണ്ടത് പുള്ളിക്കാരി തന്നെ. കാരണം പുള്ളിക്കാരിയെ ചോദ്യം ചെയ്തല്ലോ, പുള്ളിക്കാരുടെ പേഴ്സണൽ ലൈഫിനെയാണ് ചോദ്യം. അപ്പം പുള്ളിക്കാരുടെ പേഴ്സണൽ ലൈഫിൽ കയറി നമ്മൾ ആരും ഒരു ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരി അങ്ങനെയായിരുന്നു എനിക്കറിയാം, ഇങ്ങനെയുള്ള മോശം കാര്യങ്ങളൊന്നും എനിക്ക് പറയേണ്ട കാര്യവും ഇല്ല. അപ്പൊ എനിക്ക് ഇത്രയോ പറയാനുള്ളൂ, പുള്ളിക്കാരുടെ പേഴ്സണൽ ലൈഫിലെയാണ് ഇപ്പൊ ചോദ്യം ചെയ്യുന്നത്. അപ്പൊ പുള്ളിക്കാരി തന്നെ അതിനൊരു ക്ലാരിഫിക്കേഷൻ ഉടനെ
ഇപ്പോൾ പുള്ളിക്കാരി ആദ്യം കല്യാണം കഴിച്ചതാണെങ്കിൽ പോലും അതൊന്നും എനിക്കൊരു വലിയ തെറ്റായിട്ട് തോന്നുന്നില്ല. എനിക്കെന്നല്ല ആർക്കും ഒരു വലിയ തെറ്റായിട്ട് തോന്നേണ്ട കാര്യമില്ല. കാരണം എല്ലാവരും ആദ്യം കല്യാണം കഴിക്കുന്നതും പിന്നീട് രണ്ടാമത് കല്യാണം കഴിക്കുന്നതൊക്കെ ഇപ്പോൾ സുപരിചിതമായിട്ട് നടക്കുന്ന സംഭവം തന്നെയാണ്. പിന്നെ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുള്ളിക്കാരി ആദ്യത്തെ കല്യാണം അഥവാ കഴിച്ചിട്ടുണ്ട് എങ്കിൽ അതിനെക്കുറിച്ചൊരു റിവീലും കാര്യങ്ങളും ഒന്നും നടത്തിയിട്ടില്ല. അപ്പം നമുക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തുമില്ല. പിന്നെ ഇപ്പം അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, അഥവാ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. അഥവാ ആ സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ പോലും അതേതായാലും കൊല്ലം സുധി എന്ന വ്യക്തിക്ക് അറിയാമായിരുന്നായിരിക്കുമല്ലോ. പുള്ളിക്കാരനെ മാത്രം ബോധ്യപ്പെടുത്തേണ്ട കാര്യമല്ലേ ഉള്ളൂ, നാട്ടുകാരെ മുഴുവൻ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. അല്ലെ തന്നെ ഓരോരുത്തരുടെ പേഴ്സണൽ ലൈഫിൽ ഓരോരോ സംഭവങ്ങൾ നടത്തും. അതെല്ലാം ഇപ്പം മീഡിയയ്ക്ക് മുന്നിൽ വന്നിരുന്നു എൻ്റെ ജീവിതത്തിൽ ആദ്യം തൊട്ട് അവസാനം വരെ ഇന്ന കാര്യങ്ങൾ തന്നെ എല്ലാം നിരത്തി എല്ലാവരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതൊരു വലിയ പ്രശ്നമായിട്ടും എനിക്ക് തോന്നുന്നില്ല. കാരണം ആദ്യം കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതൊന്നും ഒരു പ്രശ്നമല്ല, ഒക്കെ പുള്ളിക്കാരി പറയേണ്ട കാര്യങ്ങളാണ്. ഇപ്പം നമുക്കതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. ഈ കമന്റ് ബോക്സിൽ കിടന്ന് ഓരോരോ ആൾക്കാർ വന്ന് പറയുന്ന കാര്യങ്ങളാണ്. നമുക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് അറിയത്തില്ല. അറിയുമെങ്കിൽ തന്നെ അതൊന്നും പറയേണ്ട കാര്യങ്ങളും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം പിന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്ന ഈ ഒരു വോയിസ് റെക്കോർഡിൻ്റെ കാര്യമാണ്. അതിൽ പുള്ളിക്കാരിയാണ് ജീവിതം നശിപ്പിച്ചത് കൊണ്ടാണ് ഡിവോഴ്സായി പോകേണ്ട വന്നത്, ഫോൺ പൊട്ടിച്ചത്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഏതായാലും പുള്ളിക്കാരി ഈ വീഡിയോയ്ക്ക് ക്ലാരിഫിക്കേഷനായിട്ട് ഉറപ്പായിട്ടും വരുമായിരിക്കുമല്ലോ. കാരണം വന്നതിന് ശേഷം പുള്ളിക്കാരിയുടെ ഭാഗം കൂടെ കേട്ടതിന് ശേഷം ഇതൊക്കെ സത്യമാണോ കള്ളമാണോ എന്ന് അറിഞ്ഞതിന് ശേഷം ആൾക്കാർ ഇതിനെക്കുറിച്ച് മോശം അഭിപ്രായങ്ങൾ പറയാൻ നിൽക്കുക. അല്ലാതെ അതിന് മുന്നേ തന്നെ പുള്ളിക്കാരി ഇങ്ങനെയായിരുന്നു, ഇത്രയും വൃത്തികെട്ട സ്ത്രീ ആയിരുന്നു, അല്ലെങ്കിൽ ഇവർ ഇത്രയും മോശം ചെയ്തിട്ടാണ് ഇവരിങ്ങനെ വലിയ ന്യായീകരണമായിട്ട് വന്നത്, ആദ്യം കല്യാണം കഴിച്ചത് പറഞ്ഞില്ലല്ലോ, അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങൾ അവർ പബ്ലിക്കിൽ പറയണോ എന്ന് തീരുമാനിക്കേണ്ടത് അവരുടെ കാര്യമാണ്. ഇതൊക്കെ ഉള്ളതാണോ ഇല്ലാത്തതാണോ ഒന്നൊന്നും നമുക്കറിയത്തില്ല. ഏതായാലും പുള്ളിക്കാരി തന്നെ പുള്ളിക്കാരിയുടെ വീഡിയോ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആയിട്ട് വന്നതിന് ശേഷം ഈ നെഗറ്റീവ് കമൻസുമായിട്ട് ആൾക്കാർ ഇറങ്ങും, അതായിരിക്കും നല്ലത്. ഇപ്പോൾ ഒരു വോയിസ് റെക്കോർഡ് മാത്രമല്ലേ, പുള്ളിക്കാരി നേരിട്ട് വന്ന് പറയുന്നല്ലോ, ജസ്റ്റ് ഒരു വോയിസ് റെക്കോർഡ് മാത്രമല്ല. അതിനെക്കുറിച്ച് നമ്മൾ ഒന്നും അറിയത്തില്ല. ഒരാളുടെ ഭാഗമേ നമ്മൾ കേട്ടുള്ളൂ, മറ്റൊരാളുടെ ഭാഗം കൂടെ കേട്ടതിന് ശേഷം നെഗറ്റീവ് കമൻസുമായിട്ട് വരുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നിയത്. അതായത് ഞാൻ സ്ക്രീൻഷോട്ട്സ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെയുള്ള കമൻസുകളൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്.